ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത്, അതായത് SSLC ബേസ് ചെയ്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് കമൻറ്റ്സ് ഇങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് തന്നെ വന്നിരുന്നു. എങ്ങനെയാണ് പഠിക്കുക, ഇങ്ങനെ എനിക്ക് മാർക്ക് കുറവുണ്ട്, അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമൻറ്റ്സ് വന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണ ഇതെന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ മാത്സ് ആണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അങ്ങനെ വന്നു. അപ്പോൾ ഇതൊരു സീരീസ് പോലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ മാത്സ് ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാം അത്ര ലെങ്തി വീഡിയോസ് ആയിരിക്കില്ല, ഷോർട്ട് വീഡിയോസ് ആയിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. സോ അവസാനം വരെ കാണുക, കാരണം ഇങ്ങനെയൊക്കെയാണ് ഞാൻ സ്കോർ ചെയ്തിരുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ മാത്സിൽ സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത്ര പാടുള്ള ഒരു കാര്യം ഒന്നുമല്ല. നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിഗേഴ്സാണ്. നിങ്ങൾ എല്ലാ ഫിഗേഴ്സും കാണാപ്പാഠം തന്നെ പഠിക്കുക. അതായത് അത് ചെയ്ത് വരച്ച് തന്നെ പഠിക്കുക. അത് നിങ്ങൾ ജസ്റ്റ് കണ്ണോടിച്ചൊന്ന് നോക്കി പോകരുത്, വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ കണ്ണോടിച്ച് നോക്കി പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിതിങ്ങനെ വരച്ചാൽ മതിയല്ലോ, അറിയാം എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ എക്സാമിന് കയറി കഴിഞ്ഞ് നമ്മൾ വരയ്ക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അയ്യോ ഇതെങ്ങനെയായിരുന്നു വരയ്ക്കേണ്ടത്, ഈ ലൈൻ എവിടെയായിരുന്നു കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് തോട്ട് വരും. അപ്പോൾ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ എൻ്റെ ഏത് ആംഗിൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, പല ഫിഗേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത്രയും ഫിഗേഴ്സ് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ച് പോവുക. കാരണം അതിൽ നിന്ന് ഇപ്പോൾ ഒരു 6-7 ഫിഗേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, അതിൽ നിന്ന് 2-3 ഫിഗേഴ്സൊക്കെ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് അപ്പം തന്നെ അവിടെ സ്കോർ ആയി. ഇപ്പോൾ ഒരു ഫിഗറിന് 3 മാർക്ക്, ഒരു ഫിഗറിന് 4 മാർക്കൊക്കെ വെച്ച് കിട്ടുമ്പോൾ തന്നെ 7-6 മാർക്കൊക്കെ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് പ്രോബ്ലംസാണ്. സോ പ്രോബ്ലംസിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ടെക്സ്റ്റ് ബുക്കിൽ ചില ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല നിങ്ങൾ സ്കൂളിൽ നോട്ട്ബുക്കിൽ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഡയറക്റ്റ്, അതായത് ചിലപ്പോൾ നമ്പർ പോലും മാറാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്ത് തന്നെ പഠിക്കുക. സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും പഠിക്കുക. പിന്നെ PYQ അതും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ മാറാണ്ട് വന്നിട്ടുണ്ട്, അതായത് ഡിജിറ്റ് പോലും മാറാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും മിസ് ഔട്ട് ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ എന്താ പറയുക, ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും നോക്കുക, ഓണത്തിന് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോക്കുക. ക്രിസ്മസിനൊക്കെ ഉള്ളത് നല്ലോണം നോക്കട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നല്ലോണം നോക്കുക. എന്നിട്ട് ആ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് പഠിക്കുക. PYQs ഞാൻ പറഞ്ഞല്ലോ, എല്ലാ SSLC എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും, അതിപ്പോൾ മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, എല്ലാത്തിനും PYQ ആണ് ഞാൻ പറയാം. കാരണം PYQ ചെയ്യുമ്പോൾ തന്നെ അത്ര ഹെൽപ്ഫുള്ളാണ്, ഒരിക്കലും വേസ്റ്റ് ആവില്ല. അപ്പം ഇതും ഇതേപോലെ കുറേ PYQ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമുക്കൊരു പാറ്റേൺ എങ്ങനെയാണ് വന്നേക്കണേന്ന് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് പഠിച്ചു നോക്കാം. പിന്നെ ഉള്ളത്, നമുക്കെപ്പോഴും മാത്സിൻ്റെ എക്സാമിന് ലാസ്റ്റ് ഒരു പ്രോബ്ലം തരും. അത് കൈൻഡ് ഓഫ് ഔട്ട് ഓഫ് സിലബസ് എന്നല്ല, ഒരു ഫ്രീ ക്വസ്റ്റ്യൻ ആണ് സത്യം പറഞ്ഞാൽ. അത് കുറേ പേര് ഒഴിവാക്കുന്ന ക്വസ്റ്റ്യനാണ്. കാരണം ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായില്ല അതുകൊണ്ട് വിട്ടു എന്ന് പറയുന്ന ക്വസ്റ്റ്യന്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ. ചിലപ്പോൾ ഇടയ്ക്കെങ്ങാനും നമ്മുടെ ചാപ്റ്ററായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ABCD എന്നുണ്ടാവില്ല സബ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിലൊരു ABC എഴുതിയാൽ തന്നെ നമുക്ക് അത്രയും മാർക്ക് കിട്ടിയില്ലേ. അപ്പോൾ അത് നല്ലോണം വായിച്ച് നോക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫ്രീ മാർക്കാണ്. അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അത് മാക്സിമം എന്താ പറയുക, എല്ലാവരും ഒന്ന് വായിച്ച് വൃത്തിയായിട്ട് ഇരുന്ന് വായിച്ച് മനസ്സിലെ കൂൾ ഓഫ് ടൈമിൽ ഇരുന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒന്ന് എഴുതി നോക്കുക. നമ്മൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടും. ചിലപ്പോൾ എന്താ പറയുക, ഒരു ഫസ്റ്റ് ദിവസം എന്ന് പറയുന്നത് അടുത്ത ലൈൻ എഴുതാനായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളൊക്കെ അത് എഴുതാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ABCD സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വയ്ക്കുക. അതിൽ ABC ഒക്കെ വരെ നമുക്ക് ചിലപ്പോൾ കിട്ടും. ഒരു D ആയിരിക്കും കിട്ടാത്തേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും മാക്സിമം നമുക്ക് കിട്ടണതൊക്കെ നമ്മൾ എഴുതാം. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് എഴുതുക. അതായത് ഇപ്പോൾ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി, അങ്ങനെ ഉണ്ടാവുമല്ലോ. അതിൽ നിങ്ങൾ കറക്റ്റ് 4 എണ്ണം വെച്ച് എഴുതരുത്. മാക്സിമം എന്താ ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത്, അതായത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ട് മാത്രമാണ് ഇറങ്ങാവൂ.
എന്ന് വെച്ചാൽ അതിൻ്റെ ഇത് പറഞ്ഞാൽ ഉള്ള ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ മാത്സും മലയാളമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ എണ്ണത്തിനനുസരിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാൻ നോക്കുക. കാരണം മാത്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തെറ്റാം, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ടെൻഷനിൽ ഒരു നമ്പർ മാറിയാൽ തന്നെ ആൻസർ എന്തായാലും മാറും. അപ്പോൾ അതൊന്നും എന്താ പറയുക, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എഴുതിയ സ്റ്റെപ്പ് വരെയൊക്കെ എത്ര വരെ ശരിയായി അതിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എന്നാലും നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ തെറ്റിയതുകൊണ്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 മാർക്ക് കിട്ടിയുള്ളൂ. നിങ്ങളൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അതല്ലേ എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. ഞാനൊക്കെ എല്ലാ സബ്ജക്റ്റും എല്ലാം മലയാളം ആയിക്കോട്ടെ, പിന്നെ ബെയർലി അങ്ങനെ എന്താ പറയുക, ഒട്ടും തൊടാത്തതെന്ന് പറയുന്നത് ചിലപ്പോൾ മലയാളമായിരിക്കും കേട്ടോ. ചിലതിലൊക്കെ ഇടയ്ക്ക് ടൈം കിട്ടാറില്ല, അപ്പം ഞാൻ മലയാളമായിരിക്കും. പിന്നെ എന്നാലും മലയാളത്തിൽ ഈ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എക്സ്ട്രാ എഴുതി വെക്കാറുണ്ട്. 6 മാർക്കിൻ്റെ ഞാൻ ചെയ്യാറില്ല, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത് ഞാൻ ഡീറ്റെയിൽ മലയാളത്തിൻ്റെ വീഡിയോ പറയാം. എന്നിട്ട് ഇതേപോലെ മാത്സിലൊക്കെ നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലോണം യൂസ്ഫുൾ ആവും. ഇനി അത് എടുത്തില്ലെങ്കിൽ വേണ്ട, പക്ഷെ നമുക്ക് എപ്പോഴും റിസ്ക് ഫാക്ടർ വേണ്ടല്ലോ. ഒരു ഗ്രേസ് മാർക്ക് പോലെ, ഒരു ഗ്രേസ് മാർക്കിൻ്റെ ഡ്യൂട്ടിയാണ് അവിടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഗ്രേസ് മാർക്ക് എന്താ, നമുക്ക് A+ പോയാൽ അതിന് മാർക്ക് എടുത്ത് നമുക്ക് അത് ഫുൾ A+ ആവേണ്ട ഒരു ഇതായിരുന്നു. പക്ഷെ അതിന് ഇത്ര മാർക്ക് പോയി, അപ്പോൾ അതിന് പകരം നമ്മൾ ഗ്രേസ് മാർക്ക് ഇട്ടപ്പോൾ അവിടെ ഫുൾ A+ ആയിട്ട് തന്നെ വന്നു. അതേപോലെ തന്നെയാണ് ഇത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും. അവിടെ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തെറ്റി, അതായത് 4 മാർക്ക് കുറഞ്ഞു, അതുകൊണ്ട് A+ കിട്ടിയില്ല. പക്ഷേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ 4 മാർക്ക് കവറായി, അപ്പോൾ കിട്ടി. പിന്നെ നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട, ലിബറലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതിയ സ്റ്റെപ്പ് വരെയൊക്കെ മാർക്ക് കിട്ടും. പിന്നെ മാക്സിമം എന്താ പറയുക, ഭയങ്കര ടഫായിട്ട് ഒക്കെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇതേപോലെ ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാം. എന്തായാലും എന്താ പറയുക, ഡിജിറ്റൊക്കെ മാറാതെ വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യുക. മാത്സിൽ പിന്നെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുകയാണ് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ചെറിയ 1 വേർഡൊക്കെ വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെച്ചാൽ അത് പഠിക്കുക. കാരണം 1 വേർഡായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ട് വെച്ചിട്ട് തന്നെ പോവുക. അതും ഇതായാലും യൂട്യൂബ് ക്ലാസ്സൊക്കെ കിട്ടും 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ഫിഗേഴ്സിൻ്റെ അതാരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ മാത്രം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. അതായത് നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സൊക്കെ നോക്കി നിങ്ങൾക്ക് കിട്ടും. അപ്പം അത് നോക്കുകയാണെങ്കിൽ അത് ആ ഒരു ഇത് ചിലപ്പോൾ ഒരു 14 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കി അത് ക്ലിയർ ചെയ്ത് പോവുക. അതൊന്നും ഒട്ടും മിസ് ചെയ്യരുത്, ഫിഗേഴ്സൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നമുക്കൊരു പാസ് മാർക്ക് വേണമെങ്കിൽ തന്നെ ആദ്യമായിട്ട് ടീച്ചർമാരൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന സംഭവമാണ് ഫിഗേഴ്സ്. സോ അതൊക്കെ മാക്സിമം നോട്ട് ചെയ്ത് പോവുക. പിന്നെ ടെൻഷനൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ സ്റ്റെപ്പിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മാത്സിൻ്റെ. ബാക്കി വീഡിയോസ് ഇനി ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എനിക്ക് ഞാൻ കാണുമ്പോൾ തന്നെ മാക്സിമം എന്താ പറയുക റിപ്ലൈ ചെയ്യാറുണ്ട്. കാരണം നിങ്ങളുടെ എക്സാമിന് അത്ര സമയമല്ലല്ലോ, അപ്പോൾ പറ്റുന്ന അത്ര വേഗത്തിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഫുള്ളായിട്ട് കാണാം, കാരണം അതിലെല്ലാം ഇൻക്ലൂഡ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെയും എനിക്ക് കമൻറ്റിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം. താങ്ക് യു.